ഹായ് എവരിവൺ, വെൽക്കം ടു സൈലം SSC RRB. നമ്മളെല്ലാവരും കാത്തിരുന്ന CHSL എക്സാമിന്റെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സോ ആ റിസൾട്ടിലെ പ്രധാനപ്പെട്ട പോയിന്റുകളും കട്ട് ഓഫ് മാർക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. UR കാറ്റഗറിയുടെ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത് 157.36168 മാർക്സ് ആണ്. 157.3 കട്ട് ഓഫ് മാർക്സ് ആണ് വന്നിട്ടുള്ളത്. കാൻഡിഡേറ്റ്സ് അവൈലബിൾ എന്ന് പറയുന്നത്, ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് 6362 ആണ്. SC കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 139.6 ആണ് കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. 7003 കാൻഡിഡേറ്റ്സ് ആർ അവൈലബിൾ. ദെൻ ST കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 129.4 ആണ് കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. 2950 കാൻഡിഡേറ്റ്സ് ആർ ക്വാളിഫൈഡ്. OBC കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 156.6 ആണ് കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. 10,887 കാൻഡിഡേറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. EWS കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 150.5 ആണ് കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. 6,656 കാൻഡിഡേറ്റ്സ് ആർ അവൈലബിൾ. ESM കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 78.2 ആണ് കട്ട് ഓഫ് മാർക്സ്. 3,698 കാൻഡിഡേറ്റ്സ് ആർ അവൈലബിൾ. OH കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 124.7 ആണ് കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. 763 കാൻഡിഡേറ്റ്സ് ആർ അവൈലബിൾ. HH കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 81.06 ആണ് കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. 532 കാൻഡിഡേറ്റ്സ് ആർ അവൈലബിൾ. BH കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 123.7 ആണ് കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. 583 കാൻഡിഡേറ്റ്സ് ആർ അവൈലബിൾ. PWD ആൻഡ് അതർ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 72.5 ആണ് കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് 401 കാൻഡിഡേറ്റ്സ് ആർ അവൈലബിൾ. അങ്ങനെ ടോട്ടൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് 39,835 ആണ്. ഇത് ലിസ്റ്റ് 1 ആണ്. ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC അഥവാ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ആ ലിസ്റ്റ് 1ലെ ആ ഒരു കട്ട് ഓഫ് മാർക്സ് ആണ് നമ്മൾ നോക്കിയത്. ഇനി ലിസ്റ്റ് 2 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ DEO ഗ്രേഡ് Aയുടെ ആ കട്ട് ഓഫ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. UR കാറ്റഗറി ആണെങ്കിൽ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ അവിടെ കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത് 176.27 മാർക്സ് ആണ്. കാൻഡിഡേറ്റ്സ് അവൈലബിൾ എന്ന് പറയുന്നത് 408 ആണ്. SC കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 166.67 ആണ് കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. കാൻഡിഡേറ്റ്സ് അവൈലബിൾ ആ 276. ആൻഡ് ST കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 165.07 ആണ് കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് 65 കാൻഡിഡേറ്റ്സ് ആർ അവൈലബിൾ. OBC കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 176.2 ആണ് കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. 486 കാൻഡിഡേറ്റ്സ് ആർ അവൈലബിൾ. EWS കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 176.27 ആണ് കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. 192 കാൻഡിഡേറ്റ്സ് ആർ അവൈലബിൾ. ESM കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 133.9 ആണ് കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. 150 കാൻഡിഡേറ്റ്സ് ആർ അവൈലബിൾ. OH കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 166.2 ആണ് കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് 53 കാൻഡിഡേറ്റ്സ് ആർ അവൈലബിൾ. അങ്ങനെ ടോട്ടൽ ക്വാളിഫൈഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 1,630 ആണ്. അങ്ങനെ CHSL ലിസ്റ്റ് 1ലെയും ലിസ്റ്റ് 2ലെയും കാൻഡിഡേറ്റ്സിന്റെ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ നമ്പറും അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്സും എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കട്ട് ഓഫ് അനാലിസിസിലൂടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. CHSL എക്സാമിന്റെ കട്ട് ഓഫ് വളരെ കൂടുതലാണ്, വളരെ ഹൈ ആണ് കട്ട് ഓഫ് മാർക്സ് എന്ന് പറയുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി SSCയുടെ എക്സാമുകൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ എഫേർട്ടാണ് നമ്മുടെ കട്ട് ഓഫിൽ പ്രതിഫലിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ ഹൈ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ എക്സാം ഏത് തന്നെ ആവട്ടെ, SSCയുടെ ഏത് എക്സാം ആവട്ടെ, CHSL ആവട്ടെ, CGL ആവട്ടെ, CPO ആവട്ടെ, MTS ആവട്ടെ, ഇങ്ങനെയുള്ള എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ സൈലം SSC RRB ഒരുക്കുന്ന ഒരു ബാച്ചാണ് പയനിയർ ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങളുടെ SSC റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു എക്സാമിന് വേണ്ടി മുതൽക്കൂട്ടാവുന്ന ഒരു ബാച്ചാണ്. CGL എക്സാമിന് വേണ്ടിയിട്ട് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, അതുപോലെ തന്നെ CHSL, MTS, GD, CPO ഇങ്ങനെയുള്ള SSC നടത്തുന്ന ഏതൊരു എക്സാമിന് വേണ്ടി നമുക്കറിയാം ഈ സിലബസിൽ അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമാക്കി ബേസ് മുതൽ ഫൗണ്ടേഷനിലൂടെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ തരുന്ന ഒരു ബാച്ചാണ് പയനിയർ ബാച്ച് എന്ന് പറയുന്നത്. ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് കവർ ചെയ്ത് അതിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പോകും. സോ ഈ ഒരു ബാച്ച് തുടങ്ങുന്നത് 18th സെപ്റ്റംബറിലാണ്. ആൻഡ് കോഴ്സ് ഫീ എന്ന് പറയുന്നത് 8,999 ആണ്. സോ
CHSL എക്സാമിന്റെ Tier 1 ക്വാളിഫൈ ചെയ്ത എല്ലാ കാൻഡിഡേറ്റ്സിനും കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ Tier 2 വേണ്ടി നന്നായിട്ട് തന്നെ പരിശ്രമിക്കുക. നിങ്ങളുടെ ഹാർഡ് വർക്ക് തന്നെയായിരിക്കും ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് നിങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കാൻ പോകുന്നത്. പാസ്സായിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ ഡിസേർട്ടനായി പോകാൻ പാടില്ല. ഒരുപാട് എക്സാമുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. SSCയുടെ ഒരുപാട് എക്സാമുകൾ ഇനി വരാനുണ്ട്. സോ അതിനുവേണ്ടി കഠിനമായിട്ട് തന്നെ പ്രയത്നിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാച്ച് തന്നെയാണ് നമ്മുടെ പയനിയേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. സോ എല്ലാവരും ജോയിൻ ചെയ്യുക. താങ്ക്